ഇടുക്കിയിലെ കർഷക ജനതയെ ദ്രോഹിക്കുക എന്നത് പിണറായി വിജയൻ സർക്കാർ വിനോദമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കട്ടപ്പന ബ്ലോക്കിലെ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരുടെ പൊളിറ്റിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഫർ സോണും നിർമ്മാണ നിയന്ത്രണവും CHRഉം രൂക്ഷമായ വന്യമൃഗശല്യവും മൂലം മലയോര ജനത പൊറുതിമുട്ടുമ്പോഴും സംസ്ഥാന സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ഇത് ഇടുക്കിയോടുള്ള വെല്ലുവിളിയാണ്. ജില്ലയിലെ കർഷക ജനതയെ ദ്രോഹിക്കുക എന്നത് പിണറായി വിജയൻ സർക്കാർ വിനോദമാക്കി മാറ്റിയിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്നു. കേരളം കണ്ട ഒരു ദുരന്തമാണ് പിണറായി വിജയന്റെ രണ്ടാം ഗവൺമെന്റ്. കർഷകർ ആത്മഹത്യയും തൊഴിലാളികൾ പട്ടിണിയും സാധാരണക്കാരായ ജനങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പോകുന്നു. വൈദ്യുതി ചാർജ് 7500 കോടി രൂപയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്ന ശേഷം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. ഡിസംബർ മാസത്തിൽ 16 പൈസ വർദ്ധിപ്പിച്ചു. ജനുവരി 1 വീണ്ടും 19 പൈസ വർദ്ധിപ്പിച്ചു. അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു ഗവൺമെന്റാണിത്. കാർഷിക പ്രശ്നങ്ങളോട് ഗവൺമെന്റിന് ആഭിമുഖ്യമില്ല. ഇവിടുത്തെ ഇടുക്കി കാർഷിക മേഖലയാണ്. ഇന്നിപ്പോ എന്താ സ്ഥിതി? വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എല്ലാ കൃഷിയും വന്യമൃഗങ്ങൾ വന്ന് തിന്നു തീർക്കുന്നു. കട്ടപ്പന CSI ഗാർഡനിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ വാർഡ് പ്രസിഡന്റുമാരെ ആദരിച്ചു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. EM ആഗസ്തി, ജോയി വെട്ടിക്കുഴി, റോയ് കെ പൗലോസ്, തോമസ് രാജൻ, AP ഉസ്മാൻ, ജോർജ് ജോസഫ് പടവൻ, MD അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു.